ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോക്ലേറ്റ് കേക്കാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മൈദ 1.5 കപ്പ്, കൊക്കോ പൗഡർ 4 ടേബിൾ സ്പൂൺ, പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, മുട്ട 3, ബട്ടർ 100 ഗ്രാം, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. മൈദയും ബേക്കിംഗ് പൗഡറും യോജിപ്പിക്കുക. ഒരു സ്ട്രെയിനർ എടുത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. എല്ലാം കൂടി നല്ലപോലെ അത് മിക്സ് ചെയ്യുക. ഇനി 3 മുട്ട എടുക്കുക. അത് റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം എടുക്കാൻ. ഇത് നല്ലപോലെ ബീറ്റർ വെച്ച് അടിച്ച് ഇത് പതപ്പിക്കുക. അതായത് നല്ല ഈ യെല്ലോ കളർ മാറി നല്ല വൈറ്റ് കളറാവുന്ന വിധം അത് അടിച്ച് നല്ലപോലെ പതപ്പിക്കുക. പതുക്കെ വേണം പതപ്പിച്ച് എടുക്കാനായിട്ട്. ഇതുപോലെ വെള്ള കളറായി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ചായി 1 സ്പൂണായിട്ട് പഞ്ചസാര ഇടുക. ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇടുക. അത് കുറച്ചായിട്ട് വേണം ഇടാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും മൈദയുള്ള മിക്സ്ചർ ഇതിലേക്ക് യോജിപ്പിക്കുക. അതൊരു സ്പൂൺ വെച്ച് വേണം യോജിപ്പിക്കാനായിട്ട്. സ്പൂൺ ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ഒരു കേക്ക് ടിൻ എടുത്തിട്ട് ബട്ടർ എല്ലാ സൈഡിലും കുറച്ച് തേക്കുക. ബബിൾസ് ഒന്നും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ടാപ്പ് ചെയ്യണം. 5 മിനിറ്റ് മുമ്പ് കുക്കർ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിലേക്ക് ഒരു ചെറിയ വെസൽ വെച്ചിരിക്കണം. അതായത് കേക്ക് ടിൻ ഒരിക്കലും കുക്കറായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. ലിഡ് വെച്ച് അടയ്ക്കുക. അത് വെയിറ്റ് ഉണ്ടാവാൻ പാടില്ല അതിനകത്ത്. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കുക. അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അതായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി അത് കൂൾ ചെയ്യാൻ വയ്ക്കുക. ഇനി ഐസിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ്: ബട്ടർ 100 ഗ്രാം, കോൺഫ്ലവർ 1/4 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, ഷുഗർ 200 ഗ്രാം, കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ. ഇനിയും ബട്ടർ എടുക്കുക 100 ഗ്രാമിൻ്റെ. അത് ഇപ്പോൾ യെല്ലോ കളറാണല്ലോ, അത് നല്ലപോലെ വിസ്ക് ചെയ്ത് അത് വൈറ്റ് കളറിലോട്ടാക്കുക. ഇതുപോലെ വൈറ്റ് കളറായ ശേഷം ഇനി കുറച്ചായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് ഇതുപോലെ ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കോൺഫ്ലവർ ആഡ് ചെയ്യുക. അതിന് കൊക്കോ പൗഡർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വാനില എസൻസും കൂടെ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഐസിങ് ഇപ്പോൾ റെഡിയായി. ഇനി അത് തണുത്ത കേക്കിൻ്റെ മുകളിൽ നമുക്കിനി ഐസിങ് ചെയ്യാം. ഇനി ആ കേക്ക് 2ആയി കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്യാം. അത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത്. കഴിഞ്ഞ് അതിൻ്റെ മിഡിലിൽ ഐസിങ് ചെയ്യുക. അങ്ങനെ മുകളിലും നമ്മൾ ഐസിങ് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.